ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡെമോ ക്ലാസ് ആണ് എടുക്കുന്നത്. നമ്മുടെ LP-UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഡെമോ ക്ലാസ് ആണ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ ജലം നിത്യജീവിതത്തിൽ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡെമോ ക്ലാസ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കെമിസ്ട്രി ക്ലാസ് ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഗുഡ് മോർണിംഗ്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണല്ലോ. എന്തിനാ നമുക്ക് ഇൻ്റർവെല്ലൊക്കെ തരുന്നത്? 2 പീരീഡ് കഴിയുമ്പോൾ എന്തിനാ മക്കളെ നമുക്ക് ഇൻ്റർവെല്ല് തരുന്നത്? നമുക്ക് വാഷ്റൂമിൽ പോവാൻ, പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ, പിന്നെ എന്തിനാ വെള്ളം കുടിക്കാനല്ലേ, വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തിന് പറയുന്ന മറ്റൊരു വാക്ക് ഏതാ? നിങ്ങൾക്ക് അറിയാവോ വെള്ളത്തിന് പറയുന്ന മറ്റൊരു വാക്ക്? പറഞ്ഞേ. പാനിയോ? അല്ല, വാട്ടറോ? മലയാളം വാക്കാ, മലയാളം. ജലം. ജലം അല്ലേ, വെള്ളത്തിന് ജലം എന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ജലം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് പറയാമോ? ഓരോരുത്തരായിട്ട് പറയാമോ? ജലം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാമോ? കുടിക്കാൻ, അതുപോലെ എന്താ ആഹാരം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. പറഞ്ഞേ. പാത്രങ്ങൾ കഴുകാൻ, അതുപോലെ കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും, പിന്നെ വൃത്തിയാക്കാനൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നു? ജലം ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ജലത്തെക്കുറിച്ച് എൻ്റെ മക്കൾക്ക് നല്ല ധാരണയുണ്ടല്ലേ? എന്താ മോൻ്റെ മുഖത്തൊരു ക്ഷീണം? എന്താ ഒരു ക്ഷീണം പോലെ? നമുക്കൊരു നാരങ്ങ വെള്ളം കുടിച്ചാലോ ക്ഷീണം മാറ്റാനായിട്ട്? റെഡിയാണോ? നാരങ്ങ വെള്ളം എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണല്ലോ. നാരങ്ങ വെള്ളം കുടിക്കാമോ? ഇഷ്ടമാണോ? എന്നാലേ ടീച്ചറിൻ്റെ കയ്യിലേ നാരങ്ങ വെള്ളത്തിലിടാനായിട്ടേ പഞ്ചസാരയും ഉണ്ട്, ഉപ്പും ഉണ്ട്. നിങ്ങൾ ആർക്കൊക്കെയാ പഞ്ചസാര ഇട്ട നാരങ്ങ വെള്ളം ഇഷ്ടം? കൈ പൊക്കിക്കേ. ഒത്തിരി പേരുണ്ടല്ലോ. ഇനി ആർക്കൊക്കെയാ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കാൻ ഇഷ്ടം? ആർക്കൊക്കെയാ? കൈ പൊക്കിക്കേ. അതും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. രണ്ടും കുടിക്കാൻ ഇഷ്ടമാണല്ലേ? എന്നാലേ ടീച്ചർ നിങ്ങളെ 2 ടീമായിട്ട് തിരിക്കാം. നിങ്ങൾ തന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കണം. ഓക്കെ. നാരങ്ങ വെള്ളത്തിന് ആവശ്യമായ കാര്യങ്ങളോ എന്തൊക്കെയാ? പറഞ്ഞേ. എന്തൊക്കെ വേണം നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ? എന്തൊക്കെ വേണം? അരുൺ പറഞ്ഞേ, എന്തൊക്കെ വേണം? എന്താണ്? വെള്ളം വേണം അല്ലേ, ജലം വേണം. പിന്നെ ആര് വേണം? നമ്മുടെ നാരങ്ങ വേണം. പിന്നെ അതുപോലെ പഞ്ചസാരയോ ഉപ്പോ വേണം അല്ലേ? അപ്പം നിങ്ങൾ ഉണ്ടാക്കോ? ടീച്ചർ 2 ടീമിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അതിന് മുൻപായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ട് എന്ന് എഴുതി വെക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? പെട്ടെന്ന് നാരങ്ങ വെള്ളം ഉണ്ടാക്കണം കേട്ടോ. നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് ടീച്ചറിനോട് വിളിച്ച് പറയണം നാരങ്ങ വെള്ളം ഉണ്ടാക്കി എന്ന് പറയണം. ഉണ്ടാക്കിയോ? നാരങ്ങ വെള്ളം ഉണ്ടാക്കിയോ? ഓക്കെ ആണല്ലോ. അവിടെ തന്നിരിക്കുന്ന ഗ്ലാസ്സിലോട്ട് നാരങ്ങ വെള്ളം ഒഴിച്ചേ. നമുക്ക് കണ്ണാടി ഗ്ലാസ്സാണ്, കാണാനായിട്ട് പറ്റുമല്ലേ? ഓക്കെയാണ്. അപ്പോൾ 1ാമത്തെ ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞേ, ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാ ഉപയോഗിച്ചതെന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ്? ജലം ഉപയോഗിച്ചു, നാരങ്ങാ നീരുപയോഗിച്ചു, പഞ്ചസാര ഉപയോഗിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ ഗ്രൂപ്പുകാർ പറഞ്ഞേ, നിങ്ങൾ എന്തൊക്കെയാ ഉപയോഗിച്ചത്? ജലം ഉപയോഗിച്ചു, നാരങ്ങാ നീരുപയോഗിച്ചു, ഉപ്പും ഉപയോഗിച്ചല്ലേ? അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ നാരങ്ങ വെള്ളം 2 പേരും മുന്നോട്ട് വന്ന് പൊക്കി കാണിച്ചേ. കാണിച്ചേ. ഇതിലിപ്പോൾ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? എന്താ പറഞ്ഞേ? എന്താ? ഇപ്പോൾ നമ്മളിട്ട പഞ്ചസാരയും കാണുന്നില്ല, ഉപ്പും കാണുന്നില്ല അല്ലേ? ഇതൊക്കെ എവിടെ പോയി? വെള്ളത്തിൽ ലയിച്ചു ചേർന്നു അല്ലേ? വെള്ളത്തിൽ ആരൊക്കെ ലയിച്ചു ചേർന്നു? പഞ്ചസാര ഇട്ട നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര ലയിച്ചു ചേർന്നു, അതുപോലെ നാരങ്ങാ നീരും ലയിച്ചു ചേർന്നു. നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളത്തിൽ ആരൊക്കെ ലയിച്ചു ചേർന്നു പറയാമോ? നമ്മുടെ നാരങ്ങാ നീരും ലയിച്ചു ചേർന്നു, ഉപ്പും ലയിച്ചു ചേർന്നല്ലേ? അപ്പോൾ ഇതിൽ ഓരോന്നിലും ആരൊക്കെയാണ് ലയിച്ചു ചേർന്നതെന്ന് പറയാമോ? ഒന്നുകൂടെ നിങ്ങൾ പറഞ്ഞേ. പഞ്ചസാര ഇട്ട നാരങ്ങ വെള്ളത്തിൽ ആരൊക്കെയാ ലയിച്ചു ചേർന്നത്? നാരങ്ങാ നീരും ലയിച്ചു ചേർന്നു, പഞ്ചസാരയും ലയിച്ചു ചേർന്നു. ഇങ്ങനെ ലയിച്ചു ചേരുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അറിയാമോ? ടീച്ചർ ബോർഡിലോട്ട് എഴുതട്ടെ, വായിക്കൂ. ലയിച്ചു ചേരുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ലീനം. ലീനം, സൊല്യൂട്ട് അല്ലെ? ലയിച്ചു ചേർന്ന്
നമുക്ക് കാണാൻ പറ്റാത്ത വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് എന്ത്? ലീനം, സൊല്യൂട്ട്. അങ്ങനെയാണെങ്കിലേ ഇവിടെ ഇപ്പോൾ ഈ പഞ്ചസാരയും ഉപ്പിനെയും നാരങ്ങ നീരിനെയും ഒക്കെ ലയിപ്പിച്ച് ചേർത്തത് ആരാ ഇവിടെ ലയിപ്പിച്ച് ചേർത്തത്? ആ വെള്ളമാണല്ലേ, ജലമാണ് ലയിപ്പിച്ച് ചേർത്തത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ലയിപ്പിക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ടീച്ചർ ബോർഡിലോട്ട് എഴുതട്ടെ, പറയോ? ലായകം സോൾവെന്റ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പൊ ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് വിളിക്കുന്നു. ഇനി നമ്മുടെ ഒന്നാമത്തെ ഗ്ലാസ്സിലിരിക്കുന്ന നാരങ്ങാനീരും പഞ്ചസാരയും വെള്ളവും ചേർത്ത ആ ഒരു മിശ്രിതത്തെ പറയുന്നത്, അതായത് ഈ ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നുണ്ടായ നമ്മുടെ പഞ്ചസാര ഇട്ട നാരങ്ങാ വെള്ളത്തിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആദ്യം ടീച്ചർ ബോർഡിലോട്ട് എഴുതുവാണേ, വായിക്കണേ. ലായനി. എന്താണ്? ലായനി. അപ്പോൾ ഇവിടെ ആരാ ലായനി? ഉപ്പിട്ട നാരങ്ങാ വെള്ളത്തിലോ? ആ ഉപ്പിട്ട നാരങ്ങാ വെള്ളം ആരാണ്? ലായനിയാണല്ലേ. ഇങ്ങനെ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലായനി. എന്താണ് വിളിക്കുന്നത്? ലായനി. അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, എന്താന്ന് ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങൾ പറയാവോ? ലയിച്ചു ചേരുന്ന വസ്തുവിനെ നമ്മൾ എന്താ വിളിക്കുന്നേ? എല്ലാവരും കൂടി പറയണ്ട. ആദ്യം കൈപൊക്കുന്ന ആൾക്ക് ആദ്യം അവസരം. ശ്രദ്ധിച്ചിരിക്കണം, ടീച്ചർ പറയുമ്പോൾ പെട്ടെന്ന് കൈപൊക്കണം കേട്ടോ. ലയിച്ചു ചേരുന്ന വസ്തുവിനെ എന്താ വിളിക്കുന്നേ? ലീനം. വെരി ഗുഡ്, ലീനം അല്ലേ, സൊല്യൂട്ട്. അങ്ങനെയാണെങ്കിൽ ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ എന്തെന്നാ വിളിക്കുന്നത് നമ്മള്? ലായകം, സോൾവെന്റ്. വെരി ഗുഡ്, ലായകം, സോൾവെന്റ്. അങ്ങനെയാണെങ്കിലേ ലാസ്റ്റ് ചാൻസ് ആണ്, പെട്ടെന്ന് കൈപൊക്കണേ. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? വെരി ഗുഡ് അശ്വതി, വെരി ഗുഡ്, ലായനി അല്ലേ, സൊല്യൂഷൻ. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ലീനം എന്താണ്, ലായകം എന്താണ്, ലായനി എന്താണെന്നൊക്കെ മനസ്സിലായോ? അങ്ങനെയാണെങ്കിലേ ടീച്ചർ ഒരു ഹോംവർക്ക് തരാം, നിങ്ങൾ ചെയ്തുകൊണ്ട് വരണം കേട്ടോ. ടീച്ചർ കുറച്ച് ലായനി തരും, അതിലെ ലീനം ആരാണെന്നും ലായകം ആരാണെന്നും നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരണം. റെഡിയാണോ? ആരും ആർക്കും കാണിച്ചു കൊടുക്കരുത്. എല്ലാം ശരിയാക്കുന്ന ആൾക്കൊരു സമ്മാനം തരും ടീച്ചർ. ഓക്കെ ആണോ? അപ്പൊ തരട്ടെ. ലായനി ടീച്ചർ പറയാവേ. പഞ്ചസാര ലായനി. ഇതിലെ ലീനമാര് ലായകമാര് എന്ന് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരണം. അതുപോലെ നമ്മുടെ ഉപ്പ് ലായനി. ഇതിൽ ലീനമാരാണ് ലായകമാരാണ് എന്ന് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരണം. കണ്ടെത്തിക്കൊണ്ട് അടുത്ത ക്ലാസ്സിൽ വരുമല്ലോ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ജലത്തിന്റെ ആവശ്യകതയൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതിന്റെ മക്കൾക്ക് അറിയാലോ അല്ലേ, ജലം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാലോ. അപ്പൊ ജലം അമൂല്യമാണ് കേട്ടോ, പാഴാക്കരുത്. അതുപോലെ നമ്മൾ പഠിച്ച ലീനവും ലായകവും ലായനിയും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ അതുപോലെ ടീച്ചർ തന്ന ഹോംവർക്കും ചെയ്തുകൊണ്ട് വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ? നിർത്തട്ടെ. താങ്ക് യു ഓൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു നമ്മുടെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡെമോ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ട്, ഇതിനേക്കാൾ വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് ക്ലാസ്സിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ ഡെമോ ക്ലാസ്സിന് പോകുമ്പോൾ ചിലർക്ക് ഡൗട്ടായിരിക്കും, ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തു, നാരങ്ങയും അതുപോലെ പഞ്ചസാരയും ഉപ്പൊക്കെ കൊണ്ടുപോകണമെന്ന് തോന്നും. വേണ്ട, അതൊക്കെ അവിടെ ഉള്ളതായിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് നമ്മളൊരു ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് 10 മിനിറ്റിൽ കൂടുതലൊന്നും ക്ലാസ് കിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞു ടോപ്പിക്ക്, ഏത് ടോപ്പിക്കായാലും ഇൻട്രസ്റ്റിങ്ങോട് കൂടി നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം. ചിലപ്പോൾ നമുക്ക് ക്ലാസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തുടക്കം എന്തായിരിക്കണം? വളരെയധികം നന്നായിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി ഏത് സബ്ജക്റ്റിൻ്റെയാണ് ഡെമോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി, അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.